നമസ്കാരം. റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ. രാജ്യം 79ാം സ്വാതന്ത്ര്യദിന നിറവിൽ ദേശസ്നേഹത്തിൻ്റെ അഭിമാനം കൊള്ളുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ സമത്വസുന്ദര മാധുര്യം സർവർക്കും നുണയാനാവട്ടെ. നവഭാരത സൃഷ്ടിക്കാനുള്ള ഊർജ്ജം നിറയ്ക്കുന്ന ശുഭദിന തുടക്കമാവട്ടെ ഈ സ്വാതന്ത്ര്യ പുലരി. റേഡിയോ മുഖത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൂടത്തായി വാഹനാപകടത്തിന് കാരണം റോഡിൻ്റെ അപാകതയെന്ന് പരാതി. മുക്കം നഗരസഭയിൽ പാഴ്വസ്തു വ്യാപാര യൂണിറ്റിന് ധനാനുമതി ലഭിച്ചു. തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനത്തിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. കൂടത്തായി കഴിഞ്ഞ ദിവസമുണ്ടായ അപകട കാരണം റോഡ് പണിയിലെ അപാകതയെന്ന് ആക്ഷേപം. റോഡ് താഴ്ന്ന ഭാഗത്ത് ചാടിയ സ്കൂട്ടർ നിയന്ത്രണം വിട്ടാണ് പിക്കപ്പിലിടിച്ചതെന്നാണ് വിവരം. ഓമശ്ശേരി പുത്തൂർ കുനിപ്പാലിൽ ഇബ്രാഹിമാണ് അപകടത്തിൽ മരിച്ചത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ കൂടത്തായി മില്ലിന് സമീപം സ്കൂട്ടറും പിക്കപ്പും കൂട്ടിയിടിച്ചാണ് ഇദ്ദേഹം മരിച്ചത്. റോഡ് പണിയിലെ അപാകത മൂലം റോഡിൽ രൂപപ്പെട്ട ചാലിലും വരമ്പയിലും കയറി നിയന്ത്രണം വിട്ട സ്കൂട്ടർ പിക്കപ്പിന് മുമ്പിൽ വന്ന് പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സംസ്ഥാന പാതയിൽ പലയിടത്തും ഇത്തരം അപകട സാധ്യതയുള്ള ഇടങ്ങളുണ്ടെന്നും അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ നേരത്തെ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും കാര്യമുണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കുൾപ്പെടെ നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട്. റോഡിലെ അപാകത നീക്കാനുള്ള ഇടപെടൽ ഉടൻ സർക്കാർ തലത്തിൽ ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുക്കം നഗരസഭയിലെ ഹരിത കർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ പാഴ്വസ്തു വ്യാപാര യൂണിറ്റ് ആരംഭിക്കുന്നു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി ഹരിത കർമ്മസേനാംഗങ്ങളുടെ വരുമാന വർധനവ് ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന സംരംഭകത്വ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഏകദേശം 18 ലക്ഷം രൂപ ചെലവിൽ വ്യാപാര യൂണിറ്റ് ആരംഭിക്കുന്നത്. പദ്ധതിക്കുള്ള സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ KSWMP ഉറപ്പുവരുത്തും. കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിൽ വെച്ചു നടന്ന സംരംഭകത്വ വികസന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് പാഴ്വസ്തു വ്യാപാര യൂണിറ്റിനായുള്ള ധനാനുമതി പത്രം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിൽ നിന്ന് നഗരസഭാ ചെയർമാൻ PT ബാബു, സെക്രട്ടറി ബിബിൻ ജോസഫ്, ഹരിതകർമ്മസേനാ പ്രതിനിധികൾ CCM രാജേഷ്, JHI ആശ, ശ്രീലക്ഷ്മി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് 31-ന് ആനക്കാംപൊയിൽ സെൻറ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ആനക്കാംപൊയിൽ പാരിഷ് ഹാളിൽ ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തുരങ്കപാത ജനങ്ങളുടെ നൂറ്റാണ്ടുകളായ ആവശ്യമാണെന്നും പദ്ധതിയെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ച് പ്രവൃത്തി ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണെന്നും MLA പറഞ്ഞു. മുഖ്യമന്ത്രി നേരിട്ട് അവലോകനം ചെയ്യുന്ന 30 പദ്ധതികളൊന്നായ തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനം നാടിൻ്റെ ഉത്സവമാക്കുമെന്നും MLA പറഞ്ഞു. ലിൻഡോ ജോസഫ് MLA ചെയർമാനും T വിശ്വനാഥൻ കൺവീനറുമായ 501 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. 13 സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ഉദ്ഘാടന പരിപാടിയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു, MP മാർ, MLA മാർ തുടങ്ങിയവർ പങ്കെടുക്കും. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആദർശ് ജോസഫ്, അലക്സ് തോമസ്, K ബാബു, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ജമീല, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബോസ് ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബു കൊളത്തൂർ, SPB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗുൽസാർ അഹമ്മദ്, ദിലീപ് ബിൽഡ് കോർഡിനേറ്റർ റാണ, പൊതുമരാമത്ത് റോഡ് വിഭാഗം E ഹാഷിർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. റേഡിയോ മുഖത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.